കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. ഇന്ന് ഓഗസ്റ്റ് 2. ഓഗസ്റ്റ് മാസത്തിലെ ഈ ആദ്യ ഞായറാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? ഇന്നേ ദിനമാണ് ഇന്ത്യയിൽ സൗഹൃദ ദിനമായി ആഘോഷിക്കുന്നത്. രക്തബന്ധങ്ങൾക്കപ്പുറം നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പവിത്രമായ ബന്ധമാണ് സൗഹൃദം. ജീവിതത്തിലെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒരുപോലെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. ലോകത്ത് പണം കൊടുത്താൽ വാങ്ങാൻ കഴിയാത്ത ഒന്നാണ് നിഷ്കളങ്കമായ സൗഹൃദം. ഈ സൗഹൃദ ദിനത്തിൽ നമ്മൾക്കായി റേഡിയോ പ്രിയർ ഒരുക്കിയിരിക്കുന്നത് ടെണ്ണയിൽ നിന്നും ബോബി ടീച്ചറും കൂട്ടുകാരുമാണ്. ടെണ്ണയ്ക്ക് വേണ്ടി ഞാൻ ആൻമരി റസാലിയ സൈനിങ് ഇൻ. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. 1990 ഇറങ്ങിയ ആയുഷ്കാലം എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനമാണ് മൗനം സ്വരമായി. കൈതപ്രം രചിച്ച വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ഔസേപ്പച്ചനാണ്. യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഈ ഗാനം നമുക്ക് ആലപിക്കുന്നത് സെന്റ് ഫിലോമിനാസ് എച്ച്എസ്എസിലെ വാനമ്പാടിയായ അഞ്ജു ടീച്ചർ. മൗനം സ്വരമായി ഇൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കൊമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയോതി ദൂരെ മൗനം സ്വരമായി ഇൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കൊമ്പിളിൽ അറിയാതെയിൻ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ. അറിയാതെയിൻ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ. നീരവരാവിൻ ശ്രുതി ചേർന്ന വിണ്ണിൻ മൃദുരവമായി നിൻ ലയമഞ്ജരി മൗനം സ്വരമായി ഇൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കൊമ്പിളിൽ ആത്മാവിലെ പൂങ്കോടിയിൽ വൈഡൂര്യമായി വീണു നീ. ആത്മാവിലെ പൂങ്കോടിയിൽ വൈഡൂര്യമായി വീണു നീ. അനകനിലാവിൻ മുടികോതി നിൽക്കേ വാർമതിയായി നിൻ എന്നോമനേ. മൗനം സ്വരമായി ഇൻ മൺവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കൊമ്പിളിൽ
കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയോ നീ ദൂരെ ആ കർക്കിടക മാസം ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ്. ഈ മാസം ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സ്നേഹ വായിക്കുന്നതിലൂടെ ശ്രദ്ധിച്ചാലോ. രോഗങ്ങൾ വരാതെ സുരക്ഷിതരായി ഇരിക്കുകയും ചെയ്യുന്നു. കർക്കിടക സീസൺ ആയിക്കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി എല്ലാവർക്കും കുറയും. പലവിധ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കുട്ടികൾക്ക് ക്ലൈമറ്റ് വ്യത്യാസം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പനി, ചുമ, കഫക്കെട്ട് എന്നിവ വിട്ടുമാറാതെ വരുന്നു. ഇത് മുതിർന്നവർക്കും വരുന്നു. കൂടാതെ വാതരോഗമുള്ളവർക്ക് ശരീരവേദനയും വർദ്ധിച്ചു വരാം. ഈ ഒരവസരത്തിൽ ആരോഗ്യം നിലനിർത്താൻ കർക്കിടക മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യായാമം മടി കൂടാതെ ചെയ്യുക എന്നതാണ്. വ്യായാമം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. മഴക്കാലമൊക്കെ ആകുമ്പോൾ രാവിലെ കിടന്നുറങ്ങി വ്യായാമം ചെയ്യുവാനുള്ള സമയം ഇല്ലാതാകുന്നു. അതുകൊണ്ട് എല്ലാവരും വ്യായാമം മടി കൂടാതെ ചെയ്യുക. രണ്ടാമതായി ഭക്ഷണകാര്യം. വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആളുകൾ പ്രോട്ടീൻ കണ്ടന്റ് കൂടിയ സൂപ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. സൂപ്പിൽ പാലക്കാ ചീര ഉൾപ്പെടുത്താം. കൂടാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടിടുക. രോഗപ്രതിരോധ ശേഷി ബിൽഡപ്പ് ചെയ്യുന്നതിനും ആൻറ്റി ഓക്സിഡൻറ്റും വിറ്റമിനും അമിനോ ആസിഡും എല്ലാം ഇതിലൂടെ ലഭിക്കുന്നു. നോൺ വെജ് കഴിക്കുന്നവർ മട്ടൺ സൂപ്പ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടിട്ട് സൂപ്പ് തയ്യാറാക്കണം. എല്ലുകൾക്ക് ബലം കിട്ടാനും അയൺ, കാൽസ്യം എന്നിവ ഉണ്ടാകുന്നതിനും ഇവ വളരെ നല്ലതാണ്. അടുത്തതായി കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി തയ്യാറാക്കി 3-5 ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. മിതമായ ഭക്ഷണം കഴിക്കുന്നതാണ് ഇക്കാലത്ത് ഉത്തമം. പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കാം. ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക. ചൂടുവെള്ളം കുടിക്കുക. ഇത്തരം കാര്യങ്ങൾ കർക്കിടക മാസത്തിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കുകയും മറ്റു പകർച്ചവ്യാധി രോഗങ്ങൾ വരാതെ സുരക്ഷിതരായി ഇരിക്കുകയും ചെയ്യുന്നു. നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കർക്കിടക മാസത്തിൽ ആരോഗ്യവും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കാൻ സഹായകമായ ഒരു സ്പെഷ്യൽ കൂട്ട് തയ്യാറാക്കിയാലോ. ഹായ് അശ്വനി, ഇന്നത്തെ സ്പെഷ്യൽ പലഹാരം എന്താണ്? കർക്കിടക സ്പെഷ്യൽ കൂട്ട് തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ: എള്ള് 250 ഗ്രാം, ചുവന്ന അവൽ 125 ഗ്രാം, കരിപ്പെട്ടി 200 ഗ്രാം, 1 കപ്പ് തേങ്ങ, നെയ്യ് 2 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്, 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി, 1 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി. ഇനി തയ്യാറാക്കുന്ന വിധം: കഴുകി വൃത്തിയാക്കിയ എള്ള് ചുവട് കട്ടിയുള്ള പാത്രത്തിലിട്ട് മീഡിയം ഫ്ലെയിമിൽ വറുക്കുക. എള്ള് മൂത്ത് കഴിയുമ്പോൾ പൊട്ടുന്ന സ്വരം കേൾക്കും. അപ്പോൾ അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. അടുത്തതായി ചുവന്ന അവിൽ മീഡിയം ഫ്ലെയിമിൽ വറുക്കുക. കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ പൊട്ടുന്ന പരുവത്തിൽ വേണം അവിൽ വറുക്കാൻ. ഇനി 200 ഗ്രാം കരിപ്പെട്ടി അരക്കപ്പ് വെള്ളം വെച്ച് നന്നായി കുറുകിയതിന് ശേഷം അരിച്ച് മാറ്റി വെക്കുക. അടുത്തതായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നെയ്യിട്ടതിന് ശേഷം 3 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്, 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയും ഇട്ട് ഫ്രൈ ചെയ്ത് കളർ മാറി വരുമ്പോൾ കോരി മാറ്റുക. അതേ പാത്രത്തിലേക്ക് 1 കപ്പ് തേങ്ങയിട്ട് നെയ്യുമായി നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് അരിച്ചു വെച്ച കരിപ്പെട്ടി ചേർക്കുക. കരിപ്പെട്ടി നന്നായി കുറുകിയതിന് ശേഷം വറുത്ത് വെച്ച അവിൽ ചേർക്കുക. അടുത്തതായി പ്രധാന ചേരുവയായ എള്ള് ഇതിലേക്ക് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ജീരകവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം വറുത്ത് വെച്ച കാഷ്യൂനട്ട്, കപ്പലണ്ടി മിക്സ് ചെയ്യുക. കുറച്ച് സമയം ആറാൻ വയ്ക്കാം. ഇത് നല്ലൊരു കുപ്പിയിലാക്കി സൂക്ഷിച്ചാൽ 2 ആഴ്ച കേടുകൂടാതെ പുറത്ത് വയ്ക്കാൻ സാധിക്കും. ഇത് ഫ്രിഡ്ജിലും സൂക്ഷിച്ച് വയ്ക്കാം. ഇനി കഴിക്കുന്ന വിധം: എല്ലാ ദിവസവും 2 നേരം 1 ടേബിൾ സ്പൂൺ വീതം ഇത് കഴിക്കുക. കർക്കിടക മാസത്തിൽ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അശ്വനിയുടെ കർക്കിടക സ്പെഷ്യൽ കേട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.
ഇനി ഒരു നാടൻ പാട്ട് കേട്ടാലോ? നമുക്കായി നാടൻ പാട്ട് പാടുന്നത് മുരളി. മേലെ പടിഞ്ഞാറ് സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഇത്തറ പാട്ടിൽ തട്ടിക്കളിച്ചൊരു പൊൻസൂര്യൻ. തെല്ലുതയ്ക്ക് പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലുതയ്ക്ക് പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ. ഏതോ ഒരു കർക്കിടരാവ്, ഉണ്ണാന്നുറങ്ങുന്ന രാവ്, അന്നല്ലേ പെണ്ണു ചിരുതൻ വേദനയോടെ പെറ്റവനേ. തെല്ലുതയ്ക്ക് പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലുതയ്ക്ക് പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ. മേലെ പടിഞ്ഞാറ് സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഇത്തറ പാട്ടിൽ തട്ടിക്കളിച്ചൊരു പൊൻസൂര്യൻ. തെല്ലുതയ്ക്ക് പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലുതയ്ക്ക് പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. 2009 പുറത്തിറങ്ങിയ കാണാ കൺമണി എന്ന സിനിമയിലെ ജനപ്രിയ മലയാള ഗാനമാണ് മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ. ഹൃദയസ്പർശിയായ താരാട്ടുപാട്ടിന് സംഗീതം നൽകിയിരിക്കുന്നത് ശ്യാം ധർമ്മനാണ്. വയലാർ ശരത് ചന്ദ്ര വർമ്മ രചിച്ച ഈ ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് സുജാത മോഹനും ശ്യാം ധർമ്മനും ചേർന്നാണ്. ഈ ഗാനം ഇന്ന് നമുക്കായി ആലപിക്കുന്നത് സൗപർണിക. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, നിനക്കിന്ന് മുറങ്ങിടാനൊരു ചിപ്പിയണിയമ്മ, കാൽത്തളയിൽ കൈവളയിൽ കിലുകിലുങ്ങി കളിയാടി വരും നേരം കാതോർത്തിരുന്നിയമ്മ. പിച്ച പിച്ച വയ്ക്കും കൺമണിയേ, എൻ മിഴി തന്നിലെ കൃഷ്ണമണി നീയേ. പിച്ച പിച്ച വയ്ക്കും കൺമണിയേ, എൻ മിഴി തന്നിലെ കൃഷ്ണമണി നീയേ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, നിനക്കിന്ന് മുറങ്ങിടാനൊരു ചിപ്പിയണിയമ്മ, മഞ്ഞോലം പോലെ മനസ്സിൽ പുണ്യാഹം പോലെ, എന്നുയിരിൻ കുമ്പിളിൽ നീ പുണ്യം നീയല്ലേ. മഞ്ഞോലം പോലെ മനസ്സിൽ പുണ്യാഹം പോലെ, എന്നുയിരിൻ കുമ്പിളിൽ നീ പുണ്യം നീയല്ലേ. മാറിൽ നീയോ ചായും നേരം, മാനിൻ കുഞ്ഞായി മാറും നേരം, വെള്ളി നിലാവാകും നീ ഞാനെന്നും നല്ലാരോമൽ വാവേ. ചന്ദനം തെന്നൽ ചാമരം വീശി നിന്നോരോ രാവിൽ ആലില മഞ്ചമൊരുക്കിയിരുന്നു ഞാൻ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, നിനക്കിന്നു മുറങ്ങിടാനൊരു ചിപ്പിയണിയമ്മ. പ്രകൃതി സംരക്ഷണ ദിനമായ ജൂലൈ 28 സ്കൂളിൽ വെച്ച് ക്യാരി ബാഗും പ്ലാസ്റ്റിക് ബാഗും തമ്മിൽ ഒരു സംഭാഷണം നടന്നു. ഈ സംഭാഷണം റേഡിയോ പ്രിയോറിലൂടെ നമുക്ക് കേട്ടു നോക്കിയാലോ? നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പേപ്പർ ബാഗാണ്. പ്രകൃതിയോടൊപ്പം ഇണങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സുഹൃത്ത്. ഹലോ, ഞാൻ പ്ലാസ്റ്റിക് ബാഗ്. ഒരു കാലത്ത് എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു. എന്താ കൂട്ടുകാരാ, ഇന്ന് വലിയ വിഷമത്തിലാണല്ലോ? അതെ, വിഷമത്തിലാണ്. എവിടെ ചെന്നാലും പ്ലാസ്റ്റിക് വേണ്ട, പ്ലാസ്റ്റിക് വേണ്ട എന്നേ കേൾക്കൂ. ചിലപ്പോൾ എനിക്ക് സങ്കടം തോന്നും. വിഷമിക്കണ്ട, പ്രശ്നം നീയല്ല, നിന്നെ ഉപയോഗിക്കുന്ന രീതിയാണ്. ശരിയായ രീതിയിൽ സംസ്കരിച്ചാൽ ദോഷങ്ങൾ കുറയും. അതെ, എന്നെ വീണ്ടും ഉപയോഗിക്കാനും സംസ്കരിക്കാനും കഴിയും. എന്നെ വലിച്ചെറിയുന്നതാണ് പ്രകൃതിക്ക് ദോഷമാകുന്നത്. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ബാഗുകൾ മൃഗങ്ങൾക്കും പക്ഷികൾക്കും അപകടമാകുന്നത്, മണ്ണും വെള്ളവും മലിനമാകുന്നത്. മനുഷ്യരുടെ സൗകര്യത്തിനായാണ് എന്നെ നിർമ്മിച്ചത്. പക്ഷേ ഉത്തരവാദിത്തമില്ലാത്ത ഉപയോഗം മൂലം പ്രകൃതിക്ക് ഒരു ഭാരമായി മാറുന്നു.
അതെ, അതുകൊണ്ടാണ് എല്ലാവരും പ്രകൃതിയോട് കൂടുതൽ സൗഹൃദമുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണോ പേപ്പർ ബാഗ് നീ ഇപ്പോൾ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായത്? അതെ, എന്നെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞാലും ഞാൻ മണ്ണിൽ എളുപ്പത്തിൽ ലയിക്കും. പ്രകൃതിക്ക് ദോഷമാകില്ല. പക്ഷേ നിന്റെ കാര്യം അങ്ങനെ അല്ലല്ലോ. അതെ, ഉത്തരവാദിത്തത്തോടെ ഉപയോഗിച്ച ശേഷം ശരിയായ രീതിയിൽ സംസ്കരിച്ചാൽ ഞാൻ കാരണമുണ്ടാകുന്ന പ്രശ്നം കുറയും. അതാണ് ഏറ്റവും നല്ല പരിഹാരം. അനാവശ്യമായി പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുകയും കഴിയുന്നിടത്തോളം പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതും തിരഞ്ഞെടുക്കുക. കൂട്ടുകാരെ, ഈ ഒരു ചെറിയ മാറ്റം നമ്മുടെ ഭൂമിക്ക് വലിയ ആശ്വാസമാകും. ഇന്ന് മുതൽ നമുക്കെല്ലാവർക്കും ഒരു നല്ല തീരുമാനം എടുക്കാമല്ലോ. പ്ലാസ്റ്റിക്കിന്റെ അനാവശ്യ ഉപയോഗം കുറയ്ക്കാം. പേപ്പർ ബാഗുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാം. പ്രകൃതിയെ സ്നേഹിക്കാം, നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാം. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. 1996 അഴകിയ രാവണൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രം രചിച്ച വിദ്യാസാഗർ സംഗീത സംവിധാനം ചെയ്ത വെണ്ണില ചന്ദനക്കിണ്ണം എന്ന ഗാനത്തിന് ഈണം പകർന്നത് KJ യേശുദാസും ഷപ്നയും ചേർന്നാണ്. ഈ ഗാനം റേഡിയോ പ്രിയോറിലൂടെ നമുക്കായി ആലപിക്കുന്നത് അമാൻഡ, അശ്വനി, സൗപർണിക ആൻഡ് സ്റ്റെനിയ. വെണ്ണില ചന്ദനക്കിണ്ണം ഉന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമെയ്യുന്ന പുല്ലാനിക്കാറ്റിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൽ പാദസരങ്ങൾ കിലുക്കാം, കുന്നി മഞ്ചാടി കുന്നിലേറാം. വെണ്ണില ചന്ദനക്കിണ്ണം ഉന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമെയ്യുന്ന പുല്ലാനിക്കാറ്റിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൽ പാദസരങ്ങൾ കിലുക്കാം, കുഞ്ഞി മഞ്ചാടി കുന്നിലേറാം. പിന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ടുവെന്നു കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം. ഉണവിലും കൈകളിൽ ഊഞ്ഞാലാടാം, പിടി നീട്ടുന്ന കോലമയിലായി മുകിലോടുന്ന വീട്ടിലൊളിക്കാം, സ്വർണ്ണമീനായി നീന്തി തുടിക്കാം, വഞ്ചിപ്പാട്ടിന്റെ പിന്നിലേറാം. വെണ്ണില ചന്ദനക്കിണ്ണം ഉന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞളി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. നമസ്കാരം. സ്കൂൾ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് തെന്നയിൽ നിന്നും സജീറ. പ്രധാന വാർത്തകൾ. ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ടിസാറാണി ടീച്ചർ സന്ദേശം നൽകി. തുടർന്ന് പ്ലാസ്റ്റിക് ബാഗും പേപ്പർ ബാഗും തമ്മിൽ സ്കിറ്റ് രൂപത്തിൽ കോൺവെർസേഷൻ അവതരിപ്പിച്ചു. അതിനെ തുടർന്ന് പ്രകൃതി സംരക്ഷണ പ്രതിജ്ഞ എടുത്തു. അന്നേ ദിവസം തന്നെ നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി ഔഷധ സസ്യങ്ങളുടെ പ്രദർശനങ്ങളും ഔഷധസസ്യത്തോട്ട നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനവും നടന്നു. ജൂലൈ 29 സെന്റ് ആൽബർട്ട്സ് കോളേജിലെ NSS യൂണിറ്റും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി ലഹരിക്കെതിരെയുള്ള ഫ്ലാഷ് മോബും ബോധവൽക്കരണ ക്ലാസ് നടത്തി. തുടർന്ന് ലോട്ടസ് ഐ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസിസ്റ്റന്റ് മാനേജർ ആൽവി സിറിയക്കിൻ്റെ ഐ അവയർനെസ് ക്ലാസ് നടത്തപ്പെട്ടു. ജൂലൈ 30 നടത്തപ്പെട്ട പറവൂർ ഉപജില്ല ജൂനിയർ ബോയ്സ് ടെന്നീസ് ടേബിൾ ടെന്നീസ് സെന്റ് ഫിലോമിനാസിലെ ചുണക്കുട്ടന്മാർ വിജയകിരീടം ചൂടി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഏവർക്കും സൗഹൃദ ദിനാശംസകൾ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം.
റേഡിയോ പ്രിയോ റേഡിയോ പ്രിയോ കളകള ഒഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം ഗുണം മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോ